8 ഫിസിക്സ് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിച്ച് ഓഫ് ദീസ് ഹാസ് ഗ്രേറ്റർ സസെപ്റ്റിബിലിറ്റി കൂടുതൽ ഏതിനാണ്, സോഫ്റ്റ് അയണിനാണോ സ്റ്റീലിനാണോ എന്നുള്ളതാണ്. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു വസ്തുവിനെ കൊണ്ടുവരുമ്പം അത് പെട്ടെന്ന് തന്നെ കാന്തമായിട്ട് മാറുകയാണെങ്കിൽ ആ ഒരു എബിലിറ്റിനെയാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ കാന്തിക ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നോക്കിക്കോളൂ, ഈ ഒരു കാന്തത്തിനടുത്തേക്ക് ഞാൻ സോഫ്റ്റ് അയണിനെ കൊണ്ടുവരികയാണ്, നമ്മളുടെ പച്ചിരുമ്പിനെ കൊണ്ടുവരിക. അപ്പൊ അതെന്തായി മാറും? പെട്ടെന്ന് തന്നെ അത് കാന്തായിട്ട് മാറും, മാഗ്നറ്റൈസ്ഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഈ മാഗ്നറ്റ് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാന്തിക ശക്തി അപ്പം തന്നെ അത് നഷ്ടമാവുകയും ചെയ്യും. ഇനി സ്റ്റീലിനെ ഞാൻ കൊണ്ടുവരുന്നതെങ്കിൽ പെട്ടെന്നൊന്നും മാഗ്നറ്റൈസ്ഡ് ആവില്ല, കുറേ ടൈം എടുക്കും ആ കാന്തിക ശക്തി കിട്ടാനായിട്ട്. ഇനി ആ കാന്തിക ശക്തി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം അത് റീറ്റെയിൻ ചെയ്ത് നിർത്തുകയും ചെയ്യും. അപ്പൊ ഇവിടെ സോഫ്റ്റ് അയണിനായിരിക്കില്ലേ സസെപ്റ്റിബിലിറ്റി കൂടുതൽ ഉണ്ടാവുക, സോഫ്റ്റ് അയണിനായിരിക്കില്ലേ ഗ്രേറ്റർ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഉണ്ടാവുക, പെട്ടെന്ന് തന്നെ മാഗ്നറ്റൈസ്ഡ് ആയില്ലേ? യെസ്, അപ്പൊ സോഫ്റ്റ് അയണാണ് ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റിറ്റൻറ്റിവിറ്റി കൂടുതൽ ഏതായിരിക്കും? ഇതിനുള്ള ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.